ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം. ഇന്ന് ഞാൻ 4 മണിക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ മുളകിൻ്റെ ഇല വെച്ചിട്ടുള്ള കടി കേട്ടോ. അപ്പോൾ കടലമാവ് ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതും ഉണ്ട് ഇവിടെ. അപ്പോൾ മുളക് നമുക്ക് ഇല പൊട്ടിച്ചുണ്ട്. ഇതാട്ടോ മുളകിൻ്റെ ഇല നിൽക്കണം, അപ്പോൾ നമുക്ക് പൊട്ടിക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ട്. ആ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം കേട്ടോ, അങ്ങനെ മുളകിൻ്റെ ഇല വെച്ചിട്ടൊരു കടി ഉണ്ടാക്കണമെന്ന്. അപ്പം നിന്ന് നമുക്കത് ഉണ്ടാക്കി നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. മുളകിൻ്റെ ഇല വെച്ചിട്ട് ഞങ്ങൾ മുളകിൻ്റെ ഇല വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. വലിയ ഇല വേണം, കൊയ്യല്ലതൊക്കെ വെച്ചിട്ടോ കുറച്ചുള്ളൂ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇല വെച്ചിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം നോക്കാം കേട്ടോ. അത് കേട്ടോ 2 തരം ഇതുണ്ടാക്കുന്നുണ്ട് കേട്ടോ, കടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് മുളകിൻ്റെ ഇല, വലിയ ഇല കിട്ടേണ്ടത് കേട്ടോ. വലിയ ഇല ഇല്ല, അപ്പോൾ അത് ചെറിയ ഇല. അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ കുറച്ചുണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത്ര ഇല ഉണ്ട് കേട്ടോ, നല്ലതുപോലെ കഴുകിയെടുക്കണം. മരുന്നൊന്നും അടിക്കാത്ത കാരണം അത്ര ഇതുണ്ടാവില്ല, വീട്ടുണ്ടാക്കുന്നതല്ലേ. അത് നല്ലതുപോലെ ഒന്ന് കഴുകാം. ഇത് ചീര കേട്ടോ, ഇത് ചീര ഉണ്ടല്ലേ. ൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കുന്നത് കുറച്ച് ലൂസിൽ ആവണം കേട്ടോ മാവ്, കാരണം അധികം വെള്ളം ഏറാൻ പാടില്ല. വെള്ളം ഏറി കഴിഞ്ഞാൽ മാവ് ഇല മുക്കുമ്പോൾ അതിലേക്ക് ഇലയമ പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയിലാക്കണം കേട്ടോ. കട്ടിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതേപോലെ ഒരു ദിവസം ഞാൻ പൊക്കവട ഉണ്ടാക്കിയിട്ടുണ്ട്. മുരിഞ്ഞ വെച്ചിട്ട് ഞാൻ പൊക്കവട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാട്ടോ മുരിഞ്ഞ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പൊക്കവട. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ചീരേൻ്റെ ഇല വെച്ചിട്ടും മുളകിൻ്റെ ഇല വെച്ചിട്ടും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട്, അപ്പോൾ കടലമാവ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വേറെ ചായക്ക് കടിയൊന്നുമില്ല, അപ്പോൾ ഒന്ന് ഇതെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുളകിൻ്റെ ഇല കുറച്ച് വലിപ്പമുള്ള മുളകിൻ്റെ ഇല കിട്ടേണ്ടത് കേട്ടോ. പക്ഷേ ഇവിടെ ചെറിയ ചീനമുളകിൻ്റെ ഇല ഉണ്ടാകുന്നുള്ളൂ. ഏതായാലും കുഴപ്പമില്ല, എന്നാലും വലിയ ഇലയാകുമ്പോൾ വലിയതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ഇല കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ചെറിയ ഇലയിലും അത് എടുത്തിട്ടുണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ മാവൊക്കെ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. മാവൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നമുക്ക് അധികം ലൂസാവാനും പറ്റില്ല, അധികം കട്ടിയാവാനും പറ്റില്ല. പാകത്തിന് ഇതേപോലെ ആവാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇല അങ്ങനെ മുക്കിയെടുക്കുമ്പോൾ അയിമ പിടിക്കണമെങ്കിൽ ഇത്ര ലൂസ് ഇങ്ങനെ കട്ടി വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. പിന്നെ അധികം എണ്ണ നിർത്തിട്ടില്ല, പിന്നെ കാരണം കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ. ഞാനും അമ്മയിലെ കഴിക്കണുള്ളൂ. പിന്നെ അമ്പാടി പറഞ്ഞാൽ 1-2 കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അധികം ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ എൻ്റെ ചട്ടിക്ക് പ്രത്യേകത ഉണ്ട്, ഞാൻ എത്ര ഉണ്ടാക്കിയാലും എണ്ണ ഉണ്ടാക്കിയാലും എണ്ണ അങ്ങനെ വറ്റിപ്പോയി കേട്ടോ. എണ്ണ അതിലത്തെ എത്ര ഉണ്ടാക്കിയാലും എണ്ണ ആയി തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ചട്ടിക ചൂടായി വന്നപ്പോൾ ഇല ഓരോന്നും മുക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എണ്ണ നല്ല ചൂടായി വന്ന ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, അത് മുത്ത് കിട്ടാൻ പണിയാവും കേട്ടോ. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്നതിലേക്ക് നമുക്ക് ഓരോ ഇല മുക്കിയിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല മൂത്ത് വന്ന ശേഷം നമുക്കത് ഇടാം കേട്ടോ. പിന്നെ ഇതിക്ക് എന്താ പറയുക, കഴിക്കുമ്പോൾ മുക്കി കഴിക്കാൻ നല്ല സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ഈ മുളക് പൊരിക്കില്ല ആ മണാട്ട വരുന്നത്. ബജി മുളക് ഉണ്ടാക്കുമല്ലോ, ആ മണാട്ട വരുന്നത് മുളകിൻ്റെ ഇല പൊരിക്കുമ്പോൾ.
അപ്പോൾ എന്താ പറയുക, നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത് വന്ന ശേഷം നമുക്ക് വാങ്ങിയിടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക മുളകിൻ്റെ ഇലയും കുറച്ച് ചീരേൻ്റെ ഇലയും കേട്ടോ ഇനി പൊരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ എന്താ പറയുക മുളകിൻ്റെ ഇല പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്തത് ചീരേൻ്റെ ഇല പൊരിക്കാം കേട്ടോ. പിന്നെ മുളകിൻ്റെ ഇല ഒക്കെ പൊരിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാട്ടോ മുളകിൻ്റെ ഇല, അത് പൊരിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി ചീരേൻ്റെ ഇല പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചീര ഇതേപോലെ എന്താ പറയുക ഓരോ ഇല എടുത്തിട്ട് നമുക്ക് മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് അതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ മണം ഇപ്പോൾ നല്ല മണം വരും കേട്ടോ. നമ്മൾ ബജി മുളകിൻ്റെ മണമാട്ടോ വരുന്നത്. അപ്പോൾ ഇനി കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതും അങ്ങനെ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്ന ശേഷം നമുക്കത് വാങ്ങി ഇടാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചീരേൻ്റെലും പിന്നെ പൊരിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ രണ്ടെണ്ണീച്ച് വെച്ചിട്ടാട്ടോ ഞാൻ ചീരേൻ്റെല പൊരിച്ചത്. അപ്പോൾ വലിയ ഇലയല്ലേ, അപ്പോൾ അങ്ങനെ അതും പൊരിച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ടും ഇതിൻ്റെ എണ്ണ ബാക്കി കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയണൊക്കെ എണ്ണ വേഗം കഴിയണമാണ് പൊരിക്കുമ്പോൾ എന്ന്. പക്ഷേ ഇതിൻ്റെ എണ്ണ ചട്ടിയിൽ അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക നമുക്കൊരു എന്താ പറയുക ബാക്കി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ വറുക്കാനൊക്കെ എടുക്കാമല്ലോ. അതിനുള്ള എണ്ണ പോലും ഉണ്ടാവും. എത്ര കുറച്ച് എണ്ണ ഞാൻ അതിൽ വെച്ചിട്ടുള്ളൂ പറയും. എന്നിട്ട് ഇതൊക്കെ പൊരിച്ചിട്ട് എണ്ണ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ പിന്നെ മുളകിൻ്റെ ഇല, ഒരു പ്ലേറ്റിൽ ചീരേൻ്റെ ഇല കേട്ടോ. അപ്പോൾ ചീരേൻ്റെ ഇല ഞാൻ കുറച്ചിട്ടു കേട്ടോ. മുളകിൻ്റെ ഇല കുറച്ച് തോനെടുത്ത് കേട്ടോ. അമ്മ വിളക്ക് വെച്ച് സന്ധ്യനാമ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം മേല് കഴിക്കട്ടെ. മേലൊക്കെ കഴുകി വന്നിട്ട് ചായ കുടിക്കട്ടെ. അപ്പോൾ അമ്പാടിയുടെ മേലൊക്കെ വെച്ചിട്ട് അവിടെ എത്തിയിരുന്നു കേട്ടോ. ഫോൺ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഫോൺ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അത് കയറ്റുമൊന്നും ഇല്ലാത്ത കാരണം അവിടെ നിന്നോ ചായയാണോ? ചായയാണോ? ചായ കുടിക്കുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാൻ വിളക്കൊക്കെ വെച്ച് സന്ധ്യാനാമൊക്കെ ചെറിയ സമാധാനത്തിൽ ഇരുന്ന് ചായ കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക അമ്മേനെയും കാത്ത് കുറച്ച് നേരമായിട്ടിരിക്കണം. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കുറച്ച് കാപ്പി മുക്കി. അമ്മയ്ക്ക് കാപ്പി മതിയായിരുന്നു. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഇരുന്നിട്ട് അപ്പോൾ അമ്മേനെ കാത്തിരുന്നപ്പോൾ ഞാൻ രണ്ടെണ്ണം അടുത്ത് വേഗം കഴിച്ചൊക്കെ ഇട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ബജി മുളകില്ലേ, അത് കഴിക്കാനായിട്ട് ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അമ്പാടിയും കഴിച്ചു. അമ്പാടിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അമ്പാടി രണ്ടെണ്ണം കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.